ഹായ്, നമസ്കാരം. നമസ്കാരം സാർ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോബ് യോഹന്നാൻ. അനീഷ് സാർ വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. ഇന്നേക്ക് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ അവസരവുമായിട്ട് ബന്ധപ്പെട്ട് 2.5 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തില് ഒന്നുമല്ലാതിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന ഒരു അവസരമാണ് ഫിജിക്ക.com. എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയട്ടെ. വലിയ സമയമെടുക്കത്തില്ല, ബോറടിപ്പിക്കത്തില്ല. തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് വന്നത് തന്നെ. ഒരു സാധാരണക്കാരനായ ഒരു മീൻ പിടിക്കാൻ പോകുന്ന ഒരു അപ്പന്റെയും കയർ പിരിക്കാൻ പോകുന്ന ഒരു അമ്മയുടെയും മകനായിട്ട് ജനിച്ച ഒരു 10ാം ക്ലാസ് തോറ്റുപോയ ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. 15ാമത്തെ വയസ്സ് മുതൽ കൂലിപ്പണികൾ തന്നെ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നാടുകൾ കറങ്ങിയിട്ടുണ്ട്. ഗൾഫിലും പോയിട്ടുണ്ട്. 1 വർഷത്തോളം ഗൾഫിൽ നിന്നു. അവിടെയും രക്ഷപിടിച്ചില്ല. തിരിച്ച് നാട്ടിൽ വന്ന് കായലിൽ മണൽ വാരാൻ പോയിട്ടുണ്ട്. അതിനുശേഷം മണൽ വാരക്കം പോലീസുകാർ ബാൻ ചെയ്തതിനു ശേഷമാണ് പിന്നെ ഒരു ഓട്ടോ മേഖലയിലേക്ക് തിരിയുന്നത്. ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. 2009 മുതൽ 2018 അവസാനം വരെയും ഓട്ടോ ഓടിക്കുന്ന ജോലി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കുറച്ച് കടബാധ്യതകൾ വന്നപ്പോൾ, ഒരു ആക്സിഡന്റിലൂടെ കുറച്ച് കടബാധ്യതകൾ വന്നപ്പോൾ, ആ കടബാധ്യതകളെ തീർക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വയ്യാത്ത ജോലികൾ ചെയ്ത് വലിയ കടത്തിലേക്ക് പലിശക്കെടുത്ത് പലിശ കൊടുത്തും മൈക്രോ ഫിനാൻസ് എടുത്ത് പലിശ കൊടുത്തുമൊക്കെ എന്റെ ജീവിതത്തിൽ വലിയൊരു കടക്കാരനായ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരു സാധാരണ വ്യക്തി അനുഭവിക്കാൻ പറ്റാത്തത്രയും വലിയ കടത്തിലെത്തിയ ഒരു വ്യക്തിയാണ്. മനസ്സിലാക്കുക, ഏകദേശം 48 ലക്ഷം രൂപയോളം ബാധ്യത നിൽക്കുമ്പോഴാണ് ഫിജിക്കാട്ട് എന്ന് പറയുന്ന അവസരത്തിലേക്ക് വന്നത്. എന്തായാലും എന്റെ ഓട്ടോയിൽ കയറി വന്ന ഒരു പാസഞ്ചർ ദൈവദൂതനെ പോലെ വന്നു എന്ന് പറയാം. മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇത്രയും ആവേശത്തോടുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഓട്ടോയ്ക്കകത്ത് ഇന്ന് നിങ്ങളെ ക്ഷണിച്ച നിങ്ങളുടെ സുഹൃത്തിനെ പോലെ അവൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് എന്റെ അടുത്ത് പറഞ്ഞ ഒരു അവസരമാണ് ഫിജിക്കാട്ട് എന്ന് പറയുന്ന അവസരം. എടാ, അടിപൊളി ഒരു പരിപാടിയുണ്ട്, ഞാൻ തുടങ്ങിയിട്ടുണ്ട്, നിനക്കും ചെയ്യാം, നല്ല പരിപാടിയാണ്, വരുമാനം കിട്ടും, നിന്റെ കടബാധ്യതകളെയൊക്കെ തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒന്ന് തോന്നി. ഏതെങ്കിലും ഒരു മൈക്രോ ഫിനാൻസ് എങ്കിലും അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടുന്നെങ്കിൽ, ആഴ്ചയിൽ ഒരു കൊച്ചു വരുമാനം കിട്ടുന്നെങ്കിൽ ഓട്ടോ ഓടിക്കുന്നതിനോടൊപ്പം ഒരു അധിക വരുമാനം ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് സത്യം പറഞ്ഞാൽ 2.5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 48 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1 രൂപയുടെ പലിശക്കടമില്ലാതെ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് 2.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് മാസ വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഫിജിക്കാട്ടിലൂടെ. ഒരു 10ാം ക്ലാസ് തോറ്റ സാധാരണ ഓട്ടോ ഡ്രൈവർക്ക് ഈ മേഖലയിലൂടെ ഇത്ര ലക്ഷം രൂപ വരുമാനം മേടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് 1/2 കോടി രൂപയ്ക്ക് മുകളിൽ ഫിജിക്കാട്ട് എന്ന് പറയുന്ന അവസരത്തിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞു. ഇത്രമാത്രം സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ശ്രവിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരവസരം നിങ്ങളുടെ മുന്നിൽ ദൈവം കൊണ്ടെത്തിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾ ഞങ്ങളെ പോലെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലും വരും. 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന രീതിയിൽ ഞാനും ഈ കമ്പനിയിൽ നിന്നും ലക്ഷങ്ങൾ വരുമാനം മേടിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്ന ലെവലിലും നിങ്ങൾക്ക് മാറാൻ പറ്റും. എത്ര കഴിവില്ലാത്തവനെയാണെങ്കിലും കഴിവുള്ളവനാക്കി ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിക്കുന്ന അടിപൊളി ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ടീം മെറിഡിയൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ആ ഒരു ഓർഗനൈസേഷനാണ് നിങ്ങളെ വിളിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളൂ. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ലക്ഷങ്ങൾ വരുമാനം മേടിക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എത്തിപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വലിയ അച്ചീവ്മെന്റ്സിലേക്കൊക്കെ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1/2 കോടി രൂപയ്ക്ക് മുകളിൽ സമ്പാദിച്ചു. ഇന്ന് ഉപയോഗിക്കുന്ന വാഹനം ഏകദേശം 11 ലക്ഷം രൂപയോളം വരെയുള്ള ഹോണ്ട അമേസ് എന്ന് പറയുന്ന വാഹനമാണ്. എന്നാൽ ആ വാഹനം കയ്യിലിരിക്കെ തന്നെ ഇന്ന് എന്റെ ജീവിതത്തിൽ സമ്പന്നന്മാരും കോടീശ്വരന്മാരും ഉപയോഗിക്കുന്ന, ബിസിനസ്സുകാരൊക്കെ ഉപയോഗിക്കുന്ന 26.5 ലക്ഷം രൂപ വിലയുള്ള ടാറ്റ ഹാരിയർ ഡാർക്ക് എഡിഷൻ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ബുക്ക് ചെയ്ത് അതിന്റെ ഡൗൺ പേയ്മെന്റും ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. മനസ്സിലാക്കുക, ഇത്രമാത്രം സാധ്യത ഒരു സാധാരണക്കാരനെ 2.5 വർഷം കൊണ്ട് ഇത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ ദൂരെയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. നിങ്ങൾക്ക് കരുനാപ്പള്ളി ഏരിയ വെറുതെ വന്ന് തേവലക്കര അരുനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെറുതെ പടപ്പനാൽ എന്ന് പറയുന്ന സ്റ്റാൻഡിൽ വന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാൻ പറ്റും. അത്രമാത്രം ഒരു 10 വർഷം ഓട്ടോ ഓടിച്ച ഒരു ഓട്ടോ ഡ്രൈവറിനെ തീർച്ചയായിട്ടും നാട്ടുകാർ മൊത്തം അറിയും. എന്തായാലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, മനസ്സിലാക്കൂ. ഏകദേശം 2.5 വർഷമേ ആയിട്ടുള്ളൂ. 2.5 വർഷം കൊണ്ട് തന്നെ ഈ കമ്പനിയുടെ എമറാൾഡ് എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 9ാമത്തെ മാസമായപ്പോൾ ഈ കമ്പനിയുടെ ആദ്യത്തെ റിവാർഡ് ബൈക്ക് ഫണ്ട് 50,000 രൂപ വാങ്ങി. 2.5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഈ കമ്പനിയുടെ
5 ലക്ഷം രൂപ കാർ ഫണ്ടും വാങ്ങിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 10 വർഷമല്ല, 20 വർഷമല്ല, 50 വർഷമല്ല, 100 വർഷം ഞാൻ ആ സ്റ്റാൻഡിൽ കിടന്ന് ഒരേ രീതിയിൽ ഓട്ടോ ഓടിച്ചാലും ഒരു ചായ വാങ്ങിക്കാൻ പോലുമുള്ള പൈസ എനിക്ക് ആരും കൊണ്ടുതരാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ഏകദേശം 5 ലക്ഷം രൂപ ഈ ലോക്ക്ഡൌൺ ടൈമില് ഈ കേരളം മൊത്തം അടച്ചിട്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് ആ ഒരു വരുമാനം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്രമാത്രം സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഒരിക്കലും കൈവിട്ട് കളയരുത്. നിങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിൽ പണമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും, ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും, ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും. കനുസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ പെങ്ങന്മാരും നമ്മുടെ ചേച്ചിമാരും ഒക്കെ 5000 രൂപയ്ക്കും 6000 രൂപയ്ക്കും വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് മാസം കിട്ടുന്ന വരുമാനം 5000 രൂപ. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്, നമ്മുടെ പരിചയത്തിലുണ്ട്. അവരിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഒന്ന് എത്തിക്കാൻ സാധിച്ചാൽ ഞങ്ങളെ പോലെ തന്നെ ഈ ബിസിനസ്സിൽ വിജയിച്ച നിരവധി ആൾക്കാരെ പോലെ തന്നെ ലക്ഷങ്ങൾ വരുമാനം മേടിക്കുന്ന ലെവലിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ സാധിക്കും. ഒരു ഓട്ടോ ഡ്രൈവർ ഇനി അവന്റെ ജീവിതകാലം മൊത്തം ഓടിയാലും 50 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കത്തില്ലെങ്കിൽ ഇന്ന് വിജിക്കാട്ടിലൂടെ 2.5 വർഷം കൊണ്ട് 1/2 കോടി രൂപയ്ക്ക് മുകളിൽ സമ്പാദിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അത്രമാത്രം സാധ്യതയുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും ഒരു ടൂർ പോലും പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയിലൂടെ 2 വിദേശ രാജ്യങ്ങൾ ടൂർ പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു തായ്ലൻഡ്, ഒരു സിംഗപ്പൂര്. 1 രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാതെ സ്റ്റാർ ഹോട്ടലുകളിൽ 7 സ്റ്റാർ ഹോട്ടലുകളിൽ പോലും താമസിക്കുവാൻ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന അവസരം ഒരുക്കി തന്നു. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഏതൊരു വ്യക്തിക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു അവസരമാണ്. ചങ്കുറപ്പുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ വന്നോളൂ. നിങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ഓർഗനൈസേഷനാണ് ടീം മെറിഡിയൻ ഇന്റർനാഷണൽ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം, ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ഏതൊരു വ്യക്തിയെയും ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ലെവലിലേക്ക് മാറ്റി തരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഫിജിക്കാർട്ട്. എല്ലാവർക്കും വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് ഫിജിക്കാർട്ട്. സൈനിങ് ഓഫ്, ജോബ് യോഹന്നാൻ, കരുനാപ്പള്ളി. താങ്ക് യു വെരി മച്ച്. അനീഷ്, സ്ഥലം കൊല്ലം ജില്ലയില് ആയൂര് ഇളമാട് എന്ന് പറഞ്ഞ പ്രദേശം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരു 10.5 മാസം മുന്നെയാണ് കടന്നു വരുന്നത്. ആക്ച്വലി 10.5 മാസം മുന്നേ കടന്നു വരുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോവിഡിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ശരിക്കും പറഞ്ഞാല് കോവിഡ് എല്ലാവരെയും ബാധിച്ചതുപോലെ, എല്ലാ ആളുകളെയും ബാധിച്ചതുപോലെ, എല്ലാ സാധാരണക്കാരെയും ബാധിച്ചതുപോലെ എന്റെ ഫാമിലിയെയും അത് ബാധിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിലേക്ക് കൊണ്ടുതന്നത് എന്റെ ഒരു ജ്യേഷ്ഠൻ, ഇന്ന് ഈ കമ്പനിയുടെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ശ്രീകുമാർ സാറാണ്. എന്റെ 2 വീടിനപ്പുറത്തായിരുന്നു ആക്ച്വലി അദ്ദേഹത്തിന് വീട്. ശരിക്കും എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടു മനസ്സിലാക്കി ഞാൻ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയ ഒരാളല്ല. ഞാൻ തുടങ്ങിയതിന്റെ ആ സ്പോട്ടിൽ മുതൽ ഞാൻ അതിനെ ഫുൾ ടൈം കരിയർ ആയിട്ട് കണ്ടുകൊണ്ട് തുടങ്ങിയ ഒരാളാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എന്റെ വീടിന് 2 വീട് അപ്പുറത്തേക്ക് ഇതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു, പേര് ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ വളർച്ചയും മാറ്റവും കണ്ടുകൊണ്ട് ഇതൊരു കരിയറായിട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയല്ല. ആകെ പറഞ്ഞൊരു വാക്ക് ഇത്രേ ഉള്ളൂ, ശ്രീകുമാർ സാർ ഒരു 10,000 രൂപ ഇതിൽ നിന്നൊരു മാസം വരുമാനം കിട്ടുകയാണെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നെറ്റ്വർക്കാണ്, പല കാര്യങ്ങളും പല രീതികളും നമ്മൾ കണ്ടു വളർന്നവരാണ്, കണ്ട് കേട്ടിട്ടുള്ളവരാണ്. സംശയത്തോടുകൂടി മാത്രം പല കാര്യത്തെയും വീക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ കൊല്ലം ജില്ലക്കാർ. എല്ലാം അറിയാവുന്ന ഒന്നും അറിയത്തില്ല, അതാണ് ഒരു പ്രധാന കാര്യം. ഞാനും എല്ലാ കൊല്ലം ജില്ലക്കാരെ പോലെയും നോർമലി ഈ ഒരു ബിസിനസിനെയൊക്കെ മറ്റൊരു ആംഗിളിലാണ് കണ്ടിരുന്നതും മനസ്സിലാക്കിയിരുന്നതും ഒക്കെ. ഇത് കുറെ അധികം ആൾക്കാർക്ക് മാത്രം എന്തൊക്കെയോ കിട്ടുന്നതും ഇതുപോലെയൊക്കെ വന്ന് പറയുന്ന ആളുകൾക്ക് മാത്രം എന്തൊക്കെയോ കിട്ടുന്നതാണെന്നുള്ളൊരു ധാരണയിലാണ് ശരിക്കും ഞാൻ ഈ ഒരു ബിസിനസിനെയൊക്കെ കണ്ടത്. എന്നാൽ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഇന്ന് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല കോണിൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോൾ ഇതുപോലൊരു സൂം മീറ്റിംഗിൽ 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് കണ്ടപ്പോഴാണ് ഞാൻ പൂർണ്ണമായും ബോധ്യവാനായത് ഈ ഒരു ബിസിനസ് ആളുകൾ ചെയ്യുന്നുള്ളതിനെ പറ്റി. അങ്ങനെ 10.5 മാസം മുമ്പിട്ട് ലോക്ക്ഡൌൺ സമയത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ പരിചയപ്പെടുത്തിയ എന്റെ ജ്യേഷ്ഠനെയും ടീം മെറിഡിയൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ദൈവസ്പർശമുള്ള 3 പേര് നയിക്കുന്ന ആ ഒരു ഓർഗനൈസേഷനെയും 100% ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൈപിടിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് എന്റെ ലൈഫ് എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. കണക്കൂട്ടലുകളൊന്നും തെറ്റിയില്ല. എന്തായാലും ദൈവം സഹായിച്ച്
കാരണം ടീം മെറിഡ് എന്ന് പറഞ്ഞ മഹത്തരമായ ഒരു ഓർഗനൈസേഷന്റെ അതിന്റെ കൂടെ കീഴിലാണ് ഞാൻ നിന്നതുകൊണ്ട് തന്നെ ഇന്ന് 10.5 മാസം പിന്നിടുമ്പം ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കാൻ സാധിച്ചുകൊണ്ട്, പല ആളുകളും പറയുന്നത് പോലെ ഈ പ്രവാസിയായിരുന്നു ഞാനും, അതുപോലെ തന്നെ എവിടെ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാകുന്ന വരുമാനത്തെ പറ്റിയും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നേട്ടങ്ങളെ പറ്റിയും ചിന്തിച്ചപ്പം ഫിജിക്കാട്ട് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലേക്ക് 500 കണക്കിന് 100 കണക്കിന് ആയിരക്കണക്കിന് വീടുകളിലേക്ക് വരുമാനം കൊടുത്തുകൊണ്ട് ഒരു മാസം 2 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കും പുറത്ത് വരുമാനം വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. സാധാരണ ഒരു 10.5 മാസം മുന്നേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വേഷത്തിൽ എത്താൻ ഒരിക്കലും കഴിയില്ല. 10.5 മാസം മുന്നേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാതെ ഈ ചെവിയിലൂടെ കേട്ടതിലൂടെ കളഞ്ഞിരുന്നെങ്കിൽ ഒരു മാറ്റവും ലോകത്തുണ്ടാവത്തില്ല. അനീഷ് എന്ന് പറഞ്ഞ സാധാരണ വ്യക്തി ഇന്ന് അവിടെ നിന്ന് സാമ്പത്തികപരമായി ജീവിതത്തിൽ എന്തെങ്കിലും ഉന്നമനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ടീം മെറിഡിന്റെയും ഫിജിക്കാട്ടിന്റെയും ആ ഒരു അവസരത്തിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം, ടീം മെറിഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ നിങ്ങൾ വിശ്വസിക്കാനും കണ്ണടച്ച് വിശ്വസിക്കാനും അതിനോടൊപ്പം നിങ്ങൾ നിൽക്കാനും ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതം ആ തീരുമാനത്തിലാണ്. ഒരു തവണ നിങ്ങളൊരു ശക്തമായ തീരുമാനം എടുക്കാൻ നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും, ആ കീ ആയിരിക്കും നിങ്ങളുടെ ഇരിക്കുന്നത്.